Hello everyone. ഇന്ന് നമ്മൾ ഡെമോൺസ്ട്രേഷൻ സെക്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു. ആ പ്രോബ്ലത്തിൽ നിന്നും ഡയഗ്രാം വരയ്ക്കുന്നു. ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ ഡാറ്റാബേസ് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ആവശ്യമായ ടേബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ആ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിൾസിലെ കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുന്നു. അതിനുശേഷം ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ റിട്രീവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ പ്രോബ്ലം. ക്രിയേറ്റ് എ ഡാറ്റാബേസ് ഫോർ റെപ്രസെൻറ്റിംഗ് ഡാറ്റ ഇൻ എ കോളേജ്. ഐഡൻറ്റിഫൈ ദ എൻറ്റിറ്റീസ്, ദെയർ ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്സ് എമംഗ് ദം. എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ് ഇത് മൂന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം ഡ്രോ ആൻ ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ദി ഡാറ്റാബേസ് കൺസെപ്ച്വലി. അതിനുശേഷം ഐഡൻറ്റിഫൈ ദ ടേബിൾസ് ആൻഡ് കോളംസ് ഫ്രം ദി കൺസെപ്ച്വൽ റെപ്രസെൻറ്റേഷൻ. ഐഡൻറ്റിഫൈ ദ പ്രൈമറി കീസ് ആൻഡ് റെഫറൻസ് കീസ്. റെഫറൻസ് കീസിനെ ഫോറിൻ കീ എന്നും വിളിക്കും. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം, അതാണ് അടുത്തത്. ഇപ്പോൾ റെഫറൻസ് കീ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. രണ്ട് ടേബിളിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീസിനെയാണ് റെഫറൻസ് കീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുമ്പോൾ ഞാൻ പറയാം. ഇനി റൈറ്റ് DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ക്രിയേറ്റ് ദി ഡാറ്റാബേസ് ഇൻ ടേബിൾ ആൻഡ് റൈറ്റ് DML സ്റ്റേറ്റ്മെൻറ്റ് ടു പോപ്പുലേറ്റ് ദി ഡാറ്റാബേസ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇതാണ് ഞാൻ റഫായിട്ട് ഒന്ന് വരച്ച ഡയഗ്രാം. ഇത് കംപ്ലീറ്റ് ഡയഗ്രാം അല്ല. കംപ്ലീറ്റ് അല്ല എന്ന് പറയാൻ കാരണം ഞാൻ ഇതിൽ കാർഡിനാലിറ്റി എവിടെയും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഇതൊരു എൻറ്റിറ്റിയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റിറ്റിയാണ്, സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്, സ്ക്വയറിൽ കൊടുത്തിരിക്കുന്നതാണ്, റെക്റ്റാങ്കിളിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് ബിലോങ്സ് ടു. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര സ്റ്റുഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് എത്ര ഡിപ്പാർട്ട്മെൻറ്റിലെ മെമ്പർ ആവാം എന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇതൊരു കംപ്ലീറ്റ് ഡയഗ്രാം അല്ല. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഈ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് ഇത് തൽക്കാലം മതി. ഇവിടെ 4 എൻറ്റിറ്റീസ് ആണുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റുഡൻറ്റ്, കോഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടർ. 4 എൻറ്റിറ്റീസ് ആണുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് ആർ റിലേറ്റഡ് ബൈ ബിലോങ്സ് ടു relationship. Student and course is related by takes relationship. Department and instructor is related by employees relationship. And instructor and course is related by teachers relationship. ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ നിന്ന് ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത് എൻറ്റിറ്റീസിന് മാത്രമല്ല ആട്രിബ്യൂട്ട്സ് കാണിക്കുന്നത്. ഇവിടെ റിലേഷൻഷിപ്സിനും ഞാൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അതായത് കോഴ്സ് സ്റ്റുഡൻറ്റ് ടേക്സ് എ കോഴ്സ്. ഇപ്പോൾ സ്റ്റുഡൻറ്റിന് സെയിം കോഴ്സ് വേണമെങ്കിൽ, ഇപ്പോൾ സപ്ലിമെൻ്ററി ഒക്കെ എഴുതുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു കോഴ്സ് തന്നെ ഒന്നിലധികം തവണ എടുക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പറയണമെങ്കിൽ ഈ ടേക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് ഒന്നുകൂടെ സ്പെസിഫൈഡ് ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതിന് മാത്രമല്ല ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സ് എടുക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് മാർക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ ഇതൊക്കെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഈ റിലേഷൻഷിപ്പിനും കൂടെ ആട്രിബ്യൂട്ട്സ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിന് ആട്രിബ്യൂട്ട്സ് കൊടുത്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് പ്രൈമറി കീസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ടാബുലാർ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിശ്ചയമായും എന്താണ് എൻറ്റിറ്റീസ് എല്ലാം തന്നെ ഓരോ ടേബിളിലേക്ക് മാറും, ഡയറക്റ്റ്ലി മാറും. ഡിപ്പാർട്ട്മെൻറ്റിന് കറസ്പോണ്ടിങ് ഒരു ടേബിൾ ഉണ്ടാവും, സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് ഒരു ടേബിൾ ഉണ്ടാവും, കോഴ്സിനും ഇൻസ്ട്രക്ടറിനും ഓരോ ടേബിൾസ് ഉണ്ടാവും. ഇനി ഈ ബിലോങ്സ് ടു എംപ്ലോയീസ് എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്സ് ഇപ്പോൾ ഈ ബിലോങ്സ് ടു ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൽ ഇതിലേതെങ്കിലും ഒരു ആട്രിബ്യൂട്ടായിട്ട് ഇത് മാറും ഈ റിലേഷൻഷിപ്പ്. അതുപോലെ എംപ്ലോയീസ് എന്നുള്ളത് ഒന്നുകിൽ ഇൻസ്ട്രക്ടറിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ആട്രിബ്യൂട്ടായിട്ട് ഇത് ചേഞ്ച് ആവും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ്റിനെ ഒരു ആട്രിബ്യൂട്ടും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റുഡൻറ്റും തമ്മിലൊരു കണക്ഷൻ ആയില്ല. അതുപോലെ ഇൻസ്ട്രക്ടറിലും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ടറും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു കണക്ഷൻ ആയിട്ടുണ്ട്. ഇനി ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഇൻസ്ട്രക്ടറിൻ്റെ ID, കോഴ്സിൻ്റെ ID, പിന്നെ ഈ 2 ആട്രിബ്യൂട്ട്സ്, ഈ 4 ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യുന്നു. അതുപോലെ സ്റ്റുഡൻറ്റിനും കോഴ്സിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ടേക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ 3 ആട്രിബ്യൂട്ട്സ് പ്ലസ് ID ആൻഡ് ID ഇത് രണ്ടും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. മൊത്തം 5 ആട്രിബ്യൂട്ട്സ് ടേക്സിന് വരും. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾസ് ഐഡൻറ്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. നമ്മൾ റഫായിട്ട് നമുക്ക് ഡയറക്റ്റ് എങ്ങനെയാണോ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ആദ്യം മാർക്ക് ചെയ്യുക ടേബിൾസിനെല്ലാം.
അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഒരുപാട് റോസിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനുള്ള മെത്തേഡ്സാണ് നോർമലൈസേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോർമലൈസേഷൻ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റെഫർ ചെയ്യേണ്ടി വരും. ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ ടേബിളായിട്ട് സെപ്പറേറ്റ് ടേബിളായിട്ട് വരണം എന്നൊക്കെയുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. എനിവേ, ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ടേബിൾസ്. ദർ ആർ 6 tables. ഡിപ്പാർട്ട്മെൻറ്റ് റെപ്രസെൻറ്റ്സ് എ ലോജിക്കൽ എൻറ്റിറ്റി, ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് കോഡാണ് പ്രൈമറി കീ ആയിട്ട് വരുന്നത്. കോഴ്സ് ഐ ഡിയാണ് പ്രൈമറി കീ ആയിട്ട് വരുന്നത്. ബാക്കി ഇത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതിൽ ഇത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റുഡൻറ്റിൽ ഇത്ര ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. ടീച്ചേഴ്സിൽ ഇത്ര ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. 4 ആട്രിബ്യൂട്ട്സ്. ടേക്സിൽ 5 ആട്രിബ്യൂട്ട്സ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം തന്നെ പ്രൈമറി കീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രം എടുത്തിട്ട് നമുക്ക് ടീച്ചേഴ്സിനെ യൂണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻസ്ട്രക്ടർ തന്നെ ഒന്നിൽ കൂടുതൽ കോഴ്സസ് ടീച്ച് ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രക്ടർ ഐ ഡി മാത്രം പോരാ. അപ്പോൾ ഒരു കോഴ്സ് തന്നെ ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സും ടീച്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതും പറ്റില്ല. ഒരു സെമസ്റ്ററിൽ തന്നെ ഒന്നിൽ കൂടുതൽ കോഴ്സസ് ഒരാൾ തന്നെ ടീച്ച് ചെയ്യണം. അപ്പോൾ സെമസ്റ്റർ മാത്രം എടുത്താൽ പറ്റില്ല, ഇയർ മാത്രം എടുത്താൽ പറ്റില്ല. ഇതെല്ലാം കൂടി ചേരുമ്പോഴേ പ്രൈമറി കീ ആവുള്ളൂ. ഇതെല്ലാം ഓൾറെഡി ഡിസൈൻഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് എപ്പോഴാണ് ഒരു കാര്യം ചെയ്യുന്നത് അപ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലാവാം. നമ്മൾ ഈ ലെക്ചറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഡിസൈനിങ് എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഈ സെഷനിൽ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഫേസിൽ വരെ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആക്ച്വൽ ഡാറ്റാബേസിലൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സ്റ്റേജിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഡാറ്റാബേസസിലേക്ക് പോകുന്നത്. നമ്മുടെ MySQL പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യും, അവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി ഡാറ്റാബേസ് ക്രിയേഷനിലേക്ക് പോവാണ്. പിന്നെ ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തു. Alt Control T ആണ് ഞാൻ യൂസ് ചെയ്ത ഷോർട്ട് കട്ട്. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം MySQL -u username -p പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രോംപ്റ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഇനി നമുക്ക് ആവശ്യമായ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ കോളേജിൻ്റെ ഡാറ്റയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസിൻ്റെ പേര് കീവേഡ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല. ഡാറ്റാബേസിൻ്റെ പേര് AW കോളേജ്. ഇനി AW കോളേജ് കൊടുക്കാൻ കാരണം ഇതെൻ്റെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷനാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഡാറ്റാബേസസിൻ്റെ പേര് AW വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. എങ്കിൽ മാത്രമേ എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അല്ലാത്തൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, വെറും കോളേജ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂസ് AW കോളേജ്. ഡാറ്റാബേസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഡാറ്റാബേസിൻ്റെ പേര് ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ടേബിൾ ക്രിയേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ഇതാണ്, ഈ കാണുന്നതാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 വാല്യൂസാണുള്ളത്. ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോഡ്, അത് ഞാൻ ഡി കോഡ് എന്ന് പറഞ്ഞ് വിളിക്കാൻ പോവാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിൻ്റെ ഡി നെയിം എന്നാണ്. ടേബിളിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് എന്ന് പറയുന്നത് ഞാൻ ഡാറ്റ എൻ്റർ ചെയ്യാൻ നേരത്തെ 2 ലെറ്ററുള്ള കോഡ്സാണ് ഞാൻ എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. ഇപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ CS, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ CS, ഇലക്ട്രിക്കലാണെങ്കിൽ EE, അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ക്യാരക്ടറുള്ള കോഡ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ഓഫ് 2 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് ഞാൻ മാക്സിമം 20 ലെറ്റേഴ്സ് വരെയുള്ള നെയിംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം 20 ലെറ്റേഴ്സ് വരെയുള്ള നെയിംസ് യൂസ് ചെയ്യാമെന്ന് ഡെനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ക്യാരക്ടർ 20 എന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ 20 ലൊക്കേഷൻസ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. ഇനി അതിൽ കുറവാണ് യൂസ് ചെയ്യണമെങ്കിൽ അത്ര മാത്രം യൂസ് ചെയ്താൽ മതി. ക്യാരക്ടർ ഓഫ് 2 ആണെങ്കിൽ നിർബന്ധമായിട്ട് 2 ലൊക്കേഷൻസ് അവർ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് സ്റ്റോറേജ് എഫിഷ്യൻറ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഇത് ക്ലിയർ ചെയ്യാം. എന്താണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ കുറേയാണ് ക്രിയേറ്റ് ടേബിളിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓരോ കോളത്തിൻ്റെയും പേരും കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പും പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൻ്റെ പേര് ഡി കോഡ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 2. ഇനി ഇതൊരു പ്രൈമറി കീ ആണ്. ഈ കീ വെച്ചിട്ടാണ് ഈ ഡാറ്റ ടേബിളിലെ ഓരോ വാല്യൂസിനെയും നമ്മൾ യൂണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
അപ്പം അതൊരു പ്രൈമറി കീ ആണെന്ന് പറയാൻ വേണ്ടി പ്രൈമറി കീ എന്നും കൂടെ കൊടുക്കുക. ഇത് നമ്മളൊരു കൺസ്ട്രെയിൻ്റ് എന്നാണ് പറയാം. അപ്പോൾ ഇതൊരു പ്രൈമറി കീ ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. ഇനി അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ ക്യാരക്ടർ ഓഫ് 20 ലെറ്റേഴ്സ് വരെയുള്ള ഒരു സ്ട്രിങ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഡെഫിനേഷൻസ് വരുന്നത്. ഇതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ കൊടുത്തു, ക്വറി ഓക്കെ, 0 റോസ് എഫക്റ്റഡ്. ഇനി നമ്മൾ ഷോ ടേബിൾസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഷോ ടേബിൾസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ അവിടെ കാണാം. ഡിസ്ക്രൈബ് ടേബിൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ടേബിൾ, ആ ടേബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. 2 ഫീൽഡ്സ് ആണുള്ളത്. ഒരു ഫീൽഡ് ഓരോ കോളത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, പ്രൈമറി കീ ആണോ അല്ല, ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടേബിൾ ഡെഫിനിഷനിലേക്ക് പോവാം. കോഴ്സ് എന്നാണ് ടേബിളിൻ്റെ പേര്. അതിൽ വരുന്ന കോളംസ് 5 കോളംസ് ആണ്. കോഴ്സ് ഐ ഡി ഞാൻ CID എന്ന് വിളിക്കാം. CID. ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് എന്ന് പറയുന്നത് ഈ ടേബിളിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോഡിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ടേബിളിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് പറയാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കൺസ്ട്രെയിൻ്റ് ആണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ഈ ടേബിളിനെയും കോഴ്സ് എന്ന് പറയുന്ന ടേബിളിനെയും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കൺസ്ട്രെയിൻ്റ് ആണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് ഈ ഡാറ്റ ടൈപ്പ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതേ ഡാറ്റ ടൈപ്പ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ക്യാരക്ടർ 2 ആണ്, ഇവിടെയും ക്യാരക്ടർ 2 ആണ്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഈ പേര് നിർബന്ധമില്ല, പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം, പക്ഷേ ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. ഇനി അടുത്ത് കോഴ്സ് ടൈറ്റിൽ ഞാൻ ടൈറ്റിൽ എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്യാൻ പോവാണ്. ഇനി കോഴ്സ് ടൈപ്പിന് ടൈപ്പ് എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്യാൻ പോവാണ്. ടൈപ്പ് ഡിനോട്ട് ചെയ്യുന്നത് ഇത് പ്രാക്ടിക്കലാണോ തിയറി ആണോ എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഒരു ക്യാരക്ടർ മതി, P അല്ലെങ്കിൽ T എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാൻ ക്യാരക്ടർ ഓഫ് 1 എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്തത്. ഇനി ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് എത്ര ക്രെഡിറ്റ് ആണ് ഈ കോഴ്സിന് ഉള്ളതെന്നാണ്, 4, 5 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പോൾ മാക്സിമം 10 ക്രെഡിറ്റ്സ് വരെ എന്നുള്ള രീതിയിൽ 2 ഡിജിറ്റ്സ് ഉള്ള ഇൻറ്റിജർ വാല്യൂസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിനോട്ട് ചെയ്യാൻ വേണ്ടി *2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ്സ് എന്ന് തന്നെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടേബിൾ ക്രിയേഷനിലേക്ക് പോകാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്ത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ടേബിളിൻ്റെ പേര് കോഴ്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യത്തെ കോളം കോഴ്സ് ഐ ഡി എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 2 ആണ്. കോഴ്സ് ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, 10 ലെറ്റേഴ്സ് ഉള്ളത്, വലിയതാണ്. നമ്മൾ DBMS 1 2 3 അല്ലെങ്കിൽ C+OP 415 അങ്ങനെയൊക്കെയാണ് കോഴ്സിൻ്റെ ഇത് വരിക. അപ്പം മാക്സിമം 10 ലെറ്റേഴ്സാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഡാറ്റയിൽ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേരിയബിൾ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ യൂസ് ചെയ്യണം. varchar 10 എന്നുള്ളതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. ഇത് പ്രൈമറി കീ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രൈമറി കീ എന്നുള്ള കൺസ്ട്രെയിൻ കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സിംഗിൾ പ്രൈമറി കീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കോളത്തിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റും. ഒന്നിൽ കൂടുതൽ പ്രൈമറി കീ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വരുന്ന ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ CID ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് ഡീകോഡ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 2 ആണ്. ഇനി ഇത് ഫോറിൻ കീ ആണ് എന്ന് നമ്മൾ MySQL പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് പറയാം. ഇനി ഡീകോഡ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് varchar of 20 ആണ്. അടുത്തതാണ് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 1 ആണ്, ഒരു ക്യാരക്ടറാണ്. അടുത്തത് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റാണ് ടൈപ്പ്. ഇത്രയും പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡീകോഡ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കീ ആണ്. അത് പറയുന്നത് നമ്മൾ ഫോറിൻ കീ ഫോറിൻ കീ സ്പെല്ലിങ് നോക്കുന്നത് പിന്നെ ഫോറിൻ കീ. ഈ കീൻ്റെ പേര് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പറയാം, ഡീകോഡ്. അതായത് നമ്മുടെ ടേബിളിലുള്ള കീൻ്റെ പേര് പറയാം. അതായത്
കോളത്തിൻ്റെ പേര് പറയാം. ഇനി അതിനുശേഷം റെഫറൻസസ്, ഏത് ടേബിളിനെയാണ് റെഫറൻസ് ചെയ്യുന്നതെന്ന് പറയാം. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിനാണ് റെഫർ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ ഉള്ളിലെ ഡീകോഡ് എന്ന് പറയുന്ന കോളത്തെയാണ് ഈ വാല്യൂ റെഫർ ചെയ്യുന്നത് എന്ന് പറയാം. അതിനുശേഷം ടേബിളിൻ്റെ ഡെഫിനിഷൻ ക്ലോസ് ചെയ്യാം. കുറേയൊക്കെ സീറോ ഡോസ് അഫക്റ്റഡ്, ഫോറിൻ്റെ സ്പെല്ലിംഗ് അത് തന്നെയാണ്, സീറോ റോസ് അഫക്റ്റഡ്. ഈ സീറോ റോസ് അഫക്റ്റഡ് എന്ന് പറയുന്നത് ഡാറ്റയൊന്നും അഫക്റ്റ് ആയിട്ടില്ലാണ്, കുറേയൊക്കെയാണ്. വീണ്ടും നമ്മൾ ഷോ ടേബിൾസ് കൊടുക്കുന്നു. ഷോ ടേബിൾസ് കൊടുത്തു കഴിയുമ്പോൾ രണ്ട് ടേബിൾ കാണാം. ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ടേബിൾസും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഡാറ്റ ടൈപ്പൊക്കെ അപ്പം ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ടർ ഐ ഡി എന്ന് പറയുന്നത് ഞാൻ 5 ഡിജിറ്റുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഇതിനെ വാർക്കാർ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാം. വാർക്കാർ ഓഫ് 5. നെയിം എന്ന് പറയുന്നത് വാർക്കാർ ഓഫ് 20 എന്ന് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് എന്ന് പറയുന്നത് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് കോഡിനെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പം ക്യാരക്ടർ ഓഫ് കോഡ്, ക്യാരക്ടർ ഓഫ് 2 ആണ്. സാലറി എന്ന് പറയുന്നത് നമുക്കൊരു ഡാറ്റ ടൈപ്സ് ഏതൊക്കെയുള്ളതെന്ന് നോക്കാം. സാലറി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ഡാറ്റ ടൈപ്സ് അടിച്ച് നോക്കാം. ഫൗണ്ട്. ഇനി ഫ്ലോട്ട് ഉണ്ടോ നോക്കാം. ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡെസിമൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഡെസിമൽ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ട്. നമുക്ക് ഡെസിമലിൻ്റെ ആവശ്യം വരുള്ളൂ. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രിസിഷനുള്ള വാല്യൂ ആണ്. ഫാക്ട് എക്സൈറ്റ് ഫിക്സ് പോയിന്റ് നമ്പർ, n is the total number of digits and d is the number of digits after the decimal point. അപ്പോൾ നമുക്ക് ഡെസിമൽ എന്നുള്ള വാല്യൂ യൂസ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെസിമൽ ഓഫ് സാലറി എന്നൊക്കെ പറയുമ്പോൾ 5 അക്ക 6 അക്കം വരെ മാക്സിമം. അപ്പോൾ 6 അക്ക സാലറിയും പിന്നെ അതിൻ്റെ പോയിന്റ് വാല്യൂസ് എന്തെങ്കിലും കാണണമെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് 8 അക്കം, മൊത്തം 8 അക്കം വേണം. അതിൽ 2 അക്കം എന്ന് പറയുന്നത് പോയിന്റിന് ശേഷമുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ ഇൻസ്ട്രക്ടർ. ടേബിളിൻ്റെ ഡെഫിനിഷൻ ഓപ്പൺ ചെയ്യാണ്. ആദ്യത്തെ ഇൻസ്ട്രക്ടർ ഐ ഡി, അപ്പോൾ ഞാൻ IID എന്ന് കൊടുക്കാം. IID അതിൻ്റെ ടൈപ്പ് വാർക്കാർ ആണ്. വാർക്കാർ ഓഫ് 5 ഇത് പ്രൈമറി കീ ആണ്. ഇനി അടുത്തത് നെയിം എന്ന് പറയുന്നത് വീണ്ടും വാർക്കാർ ആണ്. വാർക്കാർ ഓഫ് 20 എല്ലാ നെയിംസും അലോഡാണ്. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 2 ആണ്. ഇനി അടുത്തത് സാലറി എന്ന് പറയുന്നത് ഡെസിമലോ 8 ഡിജിറ്റ്സ് ആണ്. അതിൽ 2 എണ്ണം പോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫോറിൻ കീ പറയാം. ഫോറിൻ കീ എന്ന് പറയുന്നതിന് ശേഷം ഏതാണ് ഫോറിൻ കീ ആക്കേണ്ടത്? ഈ ഡീകോഡിനാണ് ഫോറിൻ കീ ആക്കേണ്ടത്. ബ്രാക്കറ്റിനുള്ളിൽ ഡീകോഡ്, ശേഷം റെഫറൻസസ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ ഡീകോഡ് എന്ന് പറഞ്ഞ വാല്യൂവിനെയാണ് ഇത് റെഫർ ചെയ്യുന്നത് എന്ന് പറയാം. ടേബിളിൻ്റെ ഡെഫിനിഷൻ ക്ലോസ് ചെയ്യാം. സോറി, ഓക്കെ, സീറോ റോസ് അഫക്റ്റഡ്. അപ്പോൾ ആ ടേബിളും ക്രിയേറ്റ് ആയി. ഷോ ടേബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളും ക്രിയേറ്റ് ആയില്ല ഇൻസ്ട്രക്ടർ. ഇനി അടുത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ. ഇതേ പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഡെഫിനിഷൻ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഐ ഡിയാണ് SID. SID എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 5 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. അപ്പോൾ അതിന് ഞാൻ വാർക്കാർ യൂസ് ചെയ്യുന്നു. വാർക്കാർ ഓഫ് 5 ഇത് പ്രൈമറി കീ ആണ്. രണ്ടാമത്തത് നെയിം ഞാൻ വാർക്കാർ ഓഫ് 20 എന്ന് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് ഡീകോഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് കിട്ടി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കിട്ടുമല്ലോ. അപ്പോൾ ഡീകോഡ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 2 ആണ്. ഇനി അടുത്ത് വേണ്ടത് ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. 2 ഒക്കെ ഉള്ള ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ 3 അക്കം കൊടുക്കാം.
100 മുകളിൽ പോവാം. ഇനി അടുത്ത് പറയേണ്ടത് ഫോറിൻ കീ പറയണം. ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് ഡിപ്പാർട്ട്മെൻറ്റ് റെഫർ ചെയ്യുന്നത് പറയണം. ഫോറിൻ കീ ഡി കോഡ് ബാക്കിൽ കൊടുക്കണം. ഡി കോഡ് റെഫറൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഡി കോഡ് എന്ന കോളത്തെ ഇത്രയും പറയുക, ക്ലോസ് ചെയ്യാം. ആ ടേബിളും ക്രിയേറ്റ് ആയി. ഇത് നമുക്ക് ഷോർട്ട് ടേബിൾ കൊടുത്തോളാം. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടീച്ചേഴ്സും ടേക്സും രണ്ട് ടേബിളും കൂടിയാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ക്രിയേറ്റ് ടേബിൾ ടീച്ചേഴ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഇൻസ്ട്രക്ടർ ഐ ഡി. ഇൻസ്ട്രക്ടർ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഇൻസ്ട്രക്ടർ ഐ ഡിൻ്റെ ഡാറ്റ ടൈപ്പ് തന്നെ യൂസ് ചെയ്യണം. അതായത് ഇവിടെയുള്ള ഓരോ വാല്യൂവും ഇൻസ്ട്രക്ടർ ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രക്ടർ എന്ന ടേബിളിലെ ഇൻസ്ട്രക്ടറിനെയാണ്. അതേപോലെ കോഴ്സ് ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് റെഫർ ചെയ്യുന്നത് കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ സി ഐ ഡി എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ പറയണം വാർക്കാറോ 5 ആണ് ഇൻസ്ട്രക്ടർ ഐ ഡിൻ്റെത്. ഞാനിത് ഇവിടെ നമ്മുടെ ടീച്ചേഴ്സിൽ ഈ 4 വാല്യൂം കൂടെ ചേർന്നിട്ടാണ് പ്രൈമറി കീ ആവുന്നത്. 4 കോളം ഉണ്ട്, 4 കോളം കൂടി ചേർന്നിട്ടാണ് പ്രൈമറി കീ ആവുന്നത്. ഇപ്പോൾ 4 കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പ്രൈമറി കീ കൊടുക്കാൻ പറ്റില്ല. നമ്മളെല്ലാ കോളംസും പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഫോറിൻ കീ പറയുന്ന പോലെയാണ് പ്രൈമറി കീ പറയാം. ഞാൻ കാണിച്ചു തരാം. അടുത്ത് കോഴ്സ് ഐ ഡി. കോഴ്സ് ഐ ഡി എന്ന് പറയുന്നത് വാർക്കാർ ഓഫ് 10 ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. കോഴ്സ് ടേബിളിൽ വാർക്കാർ ഓഫ് 10 ആണ് യൂസ് ചെയ്തത്, അത് കൊടുത്തു. ഇനി അടുത്തത് സെമസ്റ്റർ എന്നുള്ളതിന് ഞാൻ സെം എന്ന് കൊടുക്കുകയാണ്. സെം എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. 1 to 6 ഒക്കെ ആയിരിക്കും വരിക. ഇൻറ്റ് ഓഫ് 1. ഇനി അടുത്ത് ഇയർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. 4 അക്കാണ് ഉണ്ടാവുക. ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ബ്രാക്കറ്റിനുള്ളിൽ ഏതൊക്കെയാണ് പ്രൈമറി കീ എന്ന് പറയാം. IID, CID, SEM ആൻഡ് ഇയർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രൈമറി കീ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് പറയുന്നത് ഇതിൽ IID എന്ന് പറയുന്ന നമ്മുടെ ടേബിളിലെ കോളം റെഫറൻസസ് ഇതാണ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ടേബിളിലെ IID. അതേപോലെ ഫോറിൻ കീ CID എന്ന് പറയുന്ന കോളം റെഫറൻസസ് കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ CID. ഇത്രയും പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഇത്രയാണ്. 4 കോളാണ് ഇതുള്ളത്. ഈ 4 കോളം കൂടി ചേരുമ്പോഴാണ് പ്രൈമറി കീ ആവുന്നത്. അത് മാത്രമല്ല ഈ ടേബിളിൽ IID എന്ന് പറയുന്ന കോളം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ടേബിളിനെ റെഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ CID എന്ന് പറയുന്ന കോളം ഇൻസ്ട്രക്ടർ എന്ന് കോഴ്സ് എന്ന് പറയുന്ന ടേബിളിനെ റെഫർ ചെയ്യുന്നുണ്ട്. കുറേ ഓക്കെ. വീണ്ടും ഷോർട്ട് ടേബിൾസ് കൊടുത്തോളാം. ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ടേബിൾ ടേക്സ് എന്ന് പറയുന്ന ടേബിളാണ്. അപ്പം ക്രിയേറ്റ് ടേബിൾ ടേക്സ്. ഞാൻ ഇത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ നിങ്ങൾക്ക് കീവേഡും അല്ലാത്തതും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഐ ഡി, ആദ്യത്തെ വാല്യൂ സ്റ്റുഡൻറ്റ് ഐ ഡി ആണ്. SID സ്റ്റുഡൻറ്റ് ഐ ഡി നമ്മൾ വാർക്കാർ ഓഫ് 5 ആണ് യൂസ് ചെയ്തത്. വാർക്കാർ ഓഫ് 5. കോഴ്സ് ഐ ഡി CID എന്ന് പറയുന്നത് വാർക്കാർ ഓഫ് 10 ആയിരുന്നു. ഇനി അടുത്ത സെമസ്റ്റർ. സെം വേറെ എവിടെയും റെഫർ ചെയ്യുന്നില്ല. സെം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. നമുക്കിവിടെ ഒരു മതിയല്ലോ ഇൻറ്റീജർ. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഡാറ്റ ടൈപ്പിന് യൂസ് ചെയ്യാം. int1. ഇനി അടുത്ത് ഇയർ എന്ന് പറയുന്നത് int4. ഇയറിനൊക്കെ ഇയറിന് തന്നെ പറഞ്ഞ ഡാറ്റ ടൈപ്സ് അവൈലബിൾ ആണ്. നമുക്ക് പക്ഷേ ഇൻറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇയർ എന്നുള്ള ഡാറ്റ ടൈപ്പിൻ്റെ ഹെൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ലാസ്റ്റ് വരുന്നത് മാർക്കാണ്. മാർക്ക് എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ മാർക്കിന് മാക്സിമം വരാവുന്നത് 3 ആണ്. 3ഉം പിന്നെ അതിൻ്റെ പോയിന്റ്. അപ്പോൾ 3 2 5 പൊസിഷൻസ് ആണ് വരാവുന്നത്. അതിൽ 2 പൊസിഷൻസ് ഡെസിമൽ പൊസിഷൻസ് ആണ്. ഈ പോയിന്റിന് ശേഷമുള്ള പൊസിഷൻസ് ആണ്. ഇത്രയും പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി കീ. പ്രൈമറി കീ ആയിട്ട് വരുന്നത് ഈ മാർക്ക് ഒഴികെയുള്ള ബാക്കി കോളംസ് ആണ്. SID, CID, SEM ആൻഡ് ഇയർ. ഇത്രയും ചേരുമ്പോഴാണ് ഇതിൻ്റെ പ്രൈമറി കീ വരുന്നത്. ഇനി അടുത്തത് ഫോറിൻ കീ. ഫോറിൻ കീ ആയിട്ട് വരുന്നത് SID എന്ന് പറയുന്ന കോളം
references student എന്ന് പറയുന്ന ടേബിളിലെ SID എന്ന് പറയുന്ന കോളം ആൻഡ് അടുത്ത കോളം കീ CID എന്ന് പറയുന്ന കോളം references course എന്ന് പറയുന്ന ടേബിളിലെ CID എന്ന് പറയുന്ന കോളം. ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ആയി, വലിയൊരു പണി കഴിഞ്ഞു. ഇനി നിങ്ങളിപ്പോൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒന്നുകിൽ പ്രൈമറി കീയോ ഫോറിൻ കീയോ കൊടുക്കാൻ മിസ്സായി പോയി എങ്കിൽ അതിന് വിഷമിക്കേണ്ട. അതിന് ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്നൊരു കമാൻഡ് അവൈലബിൾ ആണ്. അപ്പം ഇതൊരു അപ്പം നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത ക്വറീസ് എല്ലാം ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നുള്ള ക്വറിയാണ് യൂസ് ചെയ്തത്, രണ്ടാമത് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന ക്വറിയാണ് യൂസ് ചെയ്തത്. ഇത് രണ്ടും DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഡാറ്റ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ സ്കീമ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ് ഇത്ര നേരം സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഡാറ്റയൊന്നും നമ്മൾ ഇതുവരെ ഇൻസൈഡ് ചെയ്തിട്ടില്ല. ഇനി ഓൾറെഡി ഉള്ള ഒരു ടേബിളിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന DDL സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർ ടേബിൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു ഓൾട്ടർ ടേബിളിൻ്റെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂസേജ് ആണ് ഹെൽപ്പ് ഓൾട്ടർ ടേബിൾ. ഓൾട്ടർ ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ട് കോളം ആഡ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ടേബിൾ ആഡ് എന്ന് പറഞ്ഞിട്ട് കോളത്തിൻ്റെ പേര് കൊടുത്താൽ മതി. അതേപോലെ പ്രൈമറി കീ ആഡ് ചെയ്യണമെങ്കിലും ആഡ് പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഫോറിൻ കീ ആഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ. ഇനി നിങ്ങൾക്ക് ഒരു കോളത്തിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾട്ടർ ടേബിളിൻ്റെ പേര്, ചേഞ്ച് പഴയ കോളത്തിൻ്റെ പേര്, പുതിയ കോളത്തിൻ്റെ പേര്. അതിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ ഡാറ്റ ടൈപ്പ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഒരു കോളം ഡിലീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഓൾട്ടർ ടേബിൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു കോളം ഇതുണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ്. അപ്പം സ്റ്റുഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ 4 കോളം ഉള്ളത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു CID എന്ന് പറയുന്നൊരു കോളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ്. ഇനി കോളത്തിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. CIDയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 10 ആണ്. അപ്പോൾ ഞാൻ പറയാം, റെഡി ചെയ്യാം. സ്പെല്ലിംഗ് കിട്ടിക്കും, സ്റ്റുഡൻറ്റിൻ്റെ സ്പെല്ലിംഗ് കിട്ടിക്കും. സ്റ്റുഡൻറ്റ്. അപ്പം ഓക്കെ, ക്വറി ഓക്കെ, 0 rows affected. നമ്മൾ വീണ്ടും ഡിസ്ക്രൈബ് കൊടുത്തു നോക്കാം. ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ്. അപ്പം നമ്മളിപ്പോൾ കൊടുത്ത CID എന്ന് പറയുന്ന കോളം ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കോളം ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ആഡ് ചെയ്ത കോളം തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ്. ഇനി ഡ്രോപ്പ് ചെയ്യേണ്ട കോളം എന്താ പറയുക, ഡ്രോപ്പ് കോളത്തിൻ്റെ പേര് CID. അഗൈൻ ക്വറി ഓക്കെ, 0 rows affected. ഇനി വീണ്ടും ഡിസ്ക്രൈബ് കൊടുത്ത് കഴിഞ്ഞാൽ CID എന്നുള്ള കോളം പോയിട്ടുണ്ട് അവിടെ നിന്ന്. ഇങ്ങനെയാണ് ഈ ടേബിളിൻ്റെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുക, ടേബിളിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് ഓൾട്ടർ എന്ന് പറയുന്ന കേബിളാണ്. ഇനി ഒരു ടേബിൾ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ്. ഡ്രോപ്പ് ഫോളോഡ് ബൈ ടേബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പിൻ്റെ ഹെൽപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹെൽപ്പ് ഡ്രോപ്പ്. ഡ്രോപ്പ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡ്രോപ്പ് ടേബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെയാണ് DDL സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. ഇത് മൂന്നാണ് DDLൽ വരുന്നത്. ഇനി അപ്പം ഇന്നത്തെ പാർട്ടിൽ ഇത് മതി. അപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത പാർട്ടിൽ, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.